നിയമലംഘനത്തിനോ അല്ലാതെയോ പിടിച്ചെടുക്കുന്ന വാഹനങ്ങളുടെ നിയമത്തിൽ ഭേദഗതി വരുത്തി 3 മാസത്തിനകം തിരിച്ചെടുക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വിൽക്കാൻ അനുമതി. ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഭേദഗതികൾ അംഗീകരിച്ചു. ഗതാഗത നിയമലംഘനത്തിനോ ക്രിമിനൽ കുറ്റവുമായോ ബന്ധപ്പെട്ടോ കസ്റ്റഡിയിലെടുക്കുന്ന വാഹനങ്ങളാണ് 3 മാസം കഴിഞ്ഞാൽ ലേലത്തിൽ വിറ്റഴിക്കാമെന്ന തീരുമാനം വന്നത്. കേസ് തീരുന്ന മുറയ്ക്ക് വാഹനം വിട്ടുകിട്ടാനുള്ള നടപടി ഉടമ ആരംഭിച്ചില്ലെങ്കിൽ ഡിസ്പോസൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർബന്ധിത വിൽപ്പന നടത്താമെന്നാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത്. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ നീണ്ടുപോകുന്നതും വണ്ടികൾ തിരിച്ചെടുക്കാതെ കെട്ടിക്കിടക്കുന്നതും ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സുരക്ഷിതമായി പണമിടപാട് നടത്താൻ പദ്ധതിയുമായി ഒമാൻ നാഷണൽ പേയ്മെന്റ് കാർഡ് പുറത്തിറക്കാൻ തീരുമാനം. സുരക്ഷിതമായും കാര്യക്ഷമമായും ഇടപാടുകൾ നടത്താൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് രാജ്യത്തെ ബാങ്കുകൾ ദേശീയ പേയ്മെന്റ് കാർഡ് പുറത്തിറക്കുക. രാജ്യത്തിന്റെ സാമ്പത്തിക ഡിജിറ്റൽ പേയ്മെന്റ് വികസനത്തിൽ സുപ്രധാന നാഴികക്കല്ലായി മാറുമെന്നാണ് പ്രതീക്ഷ. ഉപഭോക്താക്കൾക്ക് സുരക്ഷിതവും സുഗമവുമായ പണമിടപാടിനുള്ള സൗകര്യം നൽകുകയാണ് ലക്ഷ്യമിടുന്നത്. പ്രാദേശിക ബാങ്കുകളും ലൈസൻസ് ഉള്ള പേയ്മെന്റ് സേവനദാതാക്കളും നൽകുന്ന കാർഡ് ഏകീകൃത ദേശീയ സംവിധാനത്തിൽ ഓൺലൈനിലും സുരക്ഷിതമായ ഇടപാടുകൾ നടത്താൻ സഹായിക്കും. പദ്ധതി നിലവിൽ വരുന്നതോടെ സാമ്പത്തിക രംഗത്ത് എല്ലാവർക്കുമുള്ള പരിഗണന വർദ്ധിക്കുമെന്നും വിദേശ പണമിടപാട് മാർഗങ്ങളെ ആശ്രയിക്കുന്നത് കുറയുമെന്നും ഒമാന്റെ ബാങ്കിംഗ് പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ശേഷി ശക്തിപ്പെടുമെന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്നു. 40 തസ്തികകളിൽ പ്രൊഫഷണൽ ലൈസൻസ് നിർബന്ധമാക്കി ഒമാൻ തൊഴിൽ മന്ത്രാലയം. വ്യാജരേഖകൾ സമർപ്പിച്ചാൽ കർശന നിയമ നടപടികൾ നേരിടേണ്ടി വരും. ഉത്തരവ് പ്രാബല്യത്തിൽ വന്നു. അതാത് മേഖലകളിൽ യോഗ്യതകളുള്ള ആളുകളെ നിയമിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രൊഫഷണൽ ലൈസൻസിംഗ് നിർബന്ധമാക്കുന്നത്. പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സിനായുള്ള ദേശീയ തന്ത്രത്തിന്റെ ഭാഗമാണ് നീക്കം. സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാരും നിയമിക്കപ്പെടാൻ ഉദ്ദേശിക്കുന്നവരും വർക്ക് പെർമിറ്റുകൾ നൽകുന്നതിനോ പുതുക്കുന്നതിനോ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. പ്രാക്ടീസ് ചെയ്യുന്ന പ്രൊഫഷണൽ ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് യോഗ്യതയുള്ള അതോറിറ്റിക്ക് അപേക്ഷ നൽകണം. യോഗ്യതയില്ലാത്ത ആളുകളെ ഒഴിവാക്കാനും യോഗ്യതയുള്ള ആളുകൾക്ക് അവസരം ലഭിക്കാനും അതുവഴി സേവനം മെച്ചപ്പെടുന്നതും ആണ് ലക്ഷ്യം. തൊഴിൽ മന്ത്രാലയം ഔദ്യോഗികമായി അംഗീകരിക്കാത്ത ലൈസൻസുകളോ സർട്ടിഫിക്കറ്റുകളോ അസാധുവായി കണക്കാക്കും. വ്യാജരേഖകൾ സമർപ്പിച്ചാൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്ക് നിയമ നടപടിയും നേരിടേണ്ടി വരും. NTV UAE to the world.